ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ സൈബർ സെക്യൂരിറ്റി ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോയാണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ് ഒരു വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു കമ്പ്യൂട്ടറിൻ്റെ ബയോസിനകത്ത് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്, തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ രണ്ടാമത്തെ ക്ലാസ്സാണ് ആദ്യമായിട്ട് കേൾക്കുന്നവരെങ്കിൽ ഇതിന് ഈ ഒരു ചാനലിൽ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ആ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് വെർച്വലൈസേഷൻ ടെക്നോളജി എന്താണ്, അതെങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മളൊരു ലാബ് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ആ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, എങ്ങനെയാണ് ഒരു ലാബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പി സിയിൽ വെർച്വലൈസേഷൻ ടെക്നോളജി എനേബിൾ ചെയ്തിട്ടുണ്ട് ബയോസിനകത്ത് കയറിയിട്ട്. ഒന്നുകൂടി കൺഫേം ആക്കാം. എന്താ കൺഫേം ആക്കാൻ ചെയ്യേണ്ടത്? നമ്മുടെ ടാസ്ക് ബാറിൽ മൗസ് കൊണ്ടുപോയി വെച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യുക. ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇതൊന്ന് വലുതാക്കാം. ഓക്കെ, അതിനകത്ത് ഇവിടെ നമുക്ക് പെർഫോമൻസ് എന്ന് പറയുന്ന ടാബിൽ CPU എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴ്ഭാഗത്ത് കാണാൻ പറ്റും വെർച്വലൈസേഷൻ എനേബിൾഡ് എന്നുള്ളത്. അത് ഞാൻ ബയോസിനകത്ത് വെർച്വലൈസേഷൻ എനേബിൾ ചെയ്തത് കൊണ്ട് വന്നതാണ്. ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ നേരെ ഒരു ലാബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് VMware എന്ന് പറയുന്ന ഒരു വെർച്വൽ മെഷീൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് VMware ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തു. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ ഡൗൺലോഡ് VMware എന്ന് സെർച്ച് ചെയ്യുക. ഡൗൺലോഡ് VMware വർക്ക് സ്റ്റേഷൻ എന്നുള്ളത് സെർച്ച് ചെയ്യുക. VMwareൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് തന്നെയാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ ഡൗൺലോഡ് VMware വർക്ക് സ്റ്റേഷൻ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്തതിന് ശേഷം ആ റിസൾട്ടിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് കാണുന്ന റിസൾട്ടിൽ ഞാനൊന്ന് കയറുകയാണ്. അപ്പോൾ VMware വർക്ക് സ്റ്റേഷൻ പ്രോയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ VMware വർക്ക് സ്റ്റേഷൻ പ്ലെയർ ഉണ്ട്. അപ്പോൾ പ്ലെയറിൽ കയറുക. നമുക്ക് പ്രോ അല്ല, പ്ലെയറാണ് വേണ്ടത്. കാരണം പ്രോ എന്ന് പറഞ്ഞാൽ അവരുടെ പെയ്ഡ് വെർഷനും അങ്ങനെ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് VMware വർക്ക് സ്റ്റേഷൻ പ്ലെയർ 17 എന്നുള്ളതാണ്. അപ്പോൾ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് ലിനക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഒന്ന് വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം ഇത് Windows 11 ആണ്. അപ്പോൾ Windows 11 ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഏതാണ്? വർക്ക് സ്റ്റേഷൻ 17 പ്ലെയർ ഫോർ വിൻഡോസ് എന്നുള്ളതാണ്. ജസ്റ്റ് ഡൗൺലോഡ് നൗ എന്ന് കാണുന്ന ഓപ്ഷനിൽ കൊടുക്കുക. ഡൗൺലോഡ് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഒരു എക്സിസ്റ്റിംഗ് ഫയലുണ്ട്, ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ എനിക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇങ്ങനെ ഡൗൺലോഡിങ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ടാണ് ഇതിൽ ഡൗൺലോഡ് ആവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രോമിൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് പോയി കഴിഞ്ഞാൽ ആ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടാണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പി സിയിൽ ഞാൻ ഏകദേശം ഒരു 540 MB ഉള്ളൊരു ഫയലാണ്. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് എവിടെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സാധാരണ എവിടെ വരാറുള്ളത്? ഡൗൺലോഡിലാണ് കാണാറുള്ളത് അല്ലേ? അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഞാൻ വേറൊരു ഡ്രൈവിലോട്ട് ഇത് മൂവ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള VMware. അപ്പോൾ ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് VMware ഡൗൺലോഡ് ചെയ്ത് അടുത്തത് VMware ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ VMware ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച VMwareൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് മൗസ് കൊണ്ട് ഞെക്കിയാൽ മതി. അപ്പോൾ ഞാനൊരു ഡബിൾ ക്ലിക്ക് ഞെക്കി. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കൺഫർമേഷൻ ബോക്സ് ചോദിക്കും. VMware നമ്മുടെ പി സിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടൊരു ബോക്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ എന്ത് കൊടുക്കണം? അത് യെസ് കൊടുക്കുക. ഇപ്പോൾ ഇതിപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പി സി.
നിങ്ങളുടെ പി സിയുടെ കോൺഫിഗറേഷൻ അനുസരിച്ചാണ് ഇതിൻ്റെ സ്പീഡ് ഉണ്ടാവും, ഇൻസ്റ്റാളേഷൻ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇതാണ് ഞാൻ ആ പറഞ്ഞ ബോക്സ്, ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ എസ് കൊടുത്തു. അപ്പോൾ VMware വർക്ക് സ്റ്റേഷൻ പ്ലെയർ 17 ഇപ്പോൾ ഡൗൺലോഡ് ആവാനുള്ള ഇൻസ്റ്റാൾ ആവാനുള്ള പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ പി സിയുടെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഹൈ കോൺഫിഗറേഷനുള്ള ഗെയിമിംഗ് പി സിയിലൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ലാബ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ സ്പീഡിൽ നടക്കും. നോർമലായിട്ട് ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നോർമലായിട്ടുള്ള നോർമൽ പി സിയിലാണ്. അപ്പോൾ അതിൻ്റേതായ ടൈം എടുക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻസ്റ്റാളേഷൻ്റെ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ ലോങ് ആവുന്നുണ്ടെങ്കിൽ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അത്രയും നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ VMware വർക്ക് സ്റ്റേഷൻ്റെ ഒരു സെറ്റപ്പ് വിസാർഡാണ് വരുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. അവരുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യുക. ഇനിയും നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെയും നെക്സ്റ്റ് കൊടുക്കുക. ഇത് ഏത് ലൊക്കേഷനിലോട്ടാണ് സേവ് ആകുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കൊടുക്കുക. പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെക്ക് ചെയ്യണമെന്നാണ്. ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഓരോ വട്ടം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സെർവറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ലേറ്റസ്റ്റ് വെർഷൻ വന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ടിക്ക് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അത് ഒഴിവാക്കുന്നുണ്ട്. അതേപോലെ VMware കസ്റ്റമർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ചോദിക്കുന്നത് അതും ഒഴിവാക്കി വിടുന്നുണ്ട്. ഡെസ്ക്ടോപ്പിൽ ഐക്കൺ കാര്യങ്ങളൊക്കെ വേണമെന്ന് ചോദിക്കുന്നത് അതവിടെ തന്നെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക. ഇപ്പോൾ VMware ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. VMware ഇൻസ്റ്റാൾ ആയ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് VMware എന്ന് പറയുന്നൊരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ലോഡിംഗ് ആണ്. ഞാനിത് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഈ സ്റ്റാറ്റസ് എന്ന് കാണുന്നത് കംപ്ലീറ്റ് ആയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങളെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഇവിടെ നടക്കട്ടെ. ഇൻസ്റ്റാളേഷൻ നടക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ ആദ്യം VMware ഡൗൺലോഡ് ചെയ്തു, VMware ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം നമ്മളിനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള VMwareൻ്റെ അകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കാലിനെക്സ് മിഷൻ നമ്മുടെ ഹാക്കിങ്ങിന് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സൈബർ സെക്യൂരിറ്റിക്ക് പഠിക്കാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മിഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ മിഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ആദ്യം പോയിട്ട് കാലിനെക്സിൻ്റെ ഫയലിന് എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രോം ഓപ്പൺ ചെയ്തു. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഡൗൺലോഡ് കാലി ലിനക്സ് എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ കാലി ലിനക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.kali.org എന്ന് പറയുന്ന സൈറ്റിലോട്ട് നമ്മൾ നേരെ ലോഡായി. അപ്പോൾ ആ സൈറ്റിൽ നമ്മൾ കയറുകയാണ്. സൈറ്റിൽ കയറിയിട്ട് ഈ സൈറ്റിൽ നിന്ന് വേണം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻസ്റ്റാളർ ഇമേജസും അതേപോലെ തന്നെ വിർച്വൽ മിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാളർ ഇമേജസിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഫിസിക്കൽ മിഷനിലോട്ട് കാലിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഓൾറെഡി VMware ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ VMwareൻ്റെ അകത്തോട്ടാണ് നമുക്ക് കാലിനെക്സ് വേണ്ടത് അല്ലേ. അപ്പോൾ VMware എന്ന് പറയുന്നത് ഒരു വിർച്വൽ മിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വിർച്വൽ മിഷൻസ് ചൂസ് ചെയ്തു. എന്നിട്ട് VMwareന് വേണ്ടിയിട്ടുള്ള ഒരു ഫയലാണ് ഇവിടെ നമുക്ക് താഴെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇവിടെ 64 ബിറ്റും 32 ബിറ്റ് എന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ പ്രോസസ്സറുകളും 64 ബിറ്റ് എന്നുള്ളതാണ്. പഴയ സിസ്റ്റങ്ങളൊക്കെ ആണെങ്കിലാണ് 32 ബിറ്റ്. ഇപ്പോൾ നിങ്ങളുടെ പ്രോസസ്സർ 32 ആണോ 64 ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ദിസ് PCയുടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 64 ബേസ്ഡ് പ്രോസസ്സറാണ്. അപ്പോൾ എൻ്റെ ഈ പ്രോസസ്സർ 64 ബേസ്ഡ് ആണ്. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇപ്പോൾ എൻ്റെ VMware വർക്ക് സ്റ്റേഷൻ ഇവിടെ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഫിനിഷ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡൗൺലോഡിങ് പ്രൊസീജിയർ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവും. അപ്പോൾ സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം 3 GB അപ്പോൾ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. ഏകദേശം 3 GB ഉണ്ടായിരുന്നു. അത് ആർക്കൈവ് ഫയലാണ്. ആർക്കൈവ് ഫയൽ എന്ന് പറഞ്ഞാൽ അത് സിപ്പായിട്ട് കംപ്രസ് ചെയ്ത രൂപത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ WinRAR എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ആർക്കൈവ് ഫയലിന് എന്ത് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ WinRAR ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. WinRAR ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ WinRAR ഡൗൺലോഡ് WinRAR എന്ന് സെർച്ച് ചെയ്യുക. ഡൗൺലോഡ് WinRAR എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം
വിൻഡാറിൻ്റെ സൈറ്റിൽ പോവാം. ഈ കാണുന്ന വിൻഡാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡാർ ഡൗൺലോഡ് ആവും. ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിൻഡാർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ വിൻഡാറിനെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തു, യെസ് കൊടുത്തു, ഇൻസ്റ്റാൾ കൊടുത്തു. അപ്പോൾ എൻ്റെ ഓക്കെ കൊടുത്താൽ ഓൾറെഡി വിൻഡാർ എന്തായി ഇതിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഈ കാലിനെക്സിൻ്റെ ഈ ഒരു ഫയലല്ലേ, ഇപ്പോൾ VMware ആയിരുന്നു ആദ്യം ഡൗൺലോഡ് ചെയ്ത്, അത് ഇൻസ്റ്റാൾ ചെയ്തു. അടുത്ത ഈ കാലിനെക്സിൻ്റെ ഈ ഒരു ഫയലിനെ എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഇവിടെ ഷോ മോർ ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ എക്സ്ട്രാക്ട് ടു കാലിനെക്സ് ഇത് കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കാലിനെക്സിൻ്റെ ഈ ഒരു ആർക്കൈവ് ഫയൽ ഇവിടെ നിങ്ങൾക്കൊരു ഫോൾഡറായിട്ട് എക്സ്ട്രാക്റ്റ് ആയി വരുന്നുണ്ടാവും. അപ്പോൾ ഇത് എക്സ്ട്രാക്റ്റ് ആയി വരുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് മിനിമൈസ് ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ VMware ഇത് അവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ VMware ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് എ ന്യൂ വെർച്വൽ മെഷീൻ ഉണ്ട്, ഓപ്പൺ എ വെർച്വൽ മെഷീൻ ഉണ്ട്, അപ്ഗ്രേഡ് ടു VMware വർക്ക് സ്റ്റേഷൻ പ്രോ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട്. ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെർച്വൽ മെഷീൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ആവുന്നത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഏകദേശം ഒരു 55% എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഈ ഒരു ഫയലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ഒരു ഫോൾഡർ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ ഇത് ആർക്കൈവ് ഫയലാണ്, ഇത് എക്സ്ട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഫയലാണ്. തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫയലുകളാണ്. ഇപ്പോൾ ഏകദേശം ഞാനൊരു 3 GB ഉള്ള ഒരു ആർക്കൈവ് ഫയലായിരുന്നു അത്. അപ്പോൾ അത് എക്സ്ട്രാക്റ്റ് ആയി വന്നപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കാം എത്ര കാണിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ തന്നെ കുറച്ച് ലാർജ് ഫയലായിട്ടായിരിക്കും കാണിക്കുക. നോക്കാം, 9 GB അത് എന്ന് വെച്ചാൽ ആർക്കൈവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുരുക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം 73% ആയി. ഇപ്പോൾ 100% ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതുവരെ ഞാൻ വീഡിയോ പോസ് ചെയ്യണേ. ഇപ്പോൾ ആർക്കൈവ് ചെയ്ത ഫയലിനെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു ഫയൽ. ഇപ്പോൾ എത്ര സൈസ് ഉണ്ട് നോക്കാം. ഏകദേശം ഒരു 13 GB വന്നിട്ടുണ്ട്. 3 GB ഉള്ളൊരു ഫയലായിരുന്നു, അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്തപ്പോൾ ഒരു 13 GB വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച VMwareൽ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഓപ്പൺ എ വെർച്വൽ മെഷീൻ എന്ന് കാണുന്ന ഓപ്ഷൻ കണ്ടോ, ഇതാണ് ചൂസ് ചെയ്യേണ്ടത്. ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫയൽ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ചൂസ് ചെയ്യുക. ഈ ഒരു ഫയലാണ് ചൂസ് ചെയ്യുക. ഇതിനകത്ത് കാലിനെക്സ് ഇത് ഓപ്പൺ ചെയ്യുക. ഇതാണ് ആ ഫയൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചൂസ് ചെയ്തു. ഏത് ഫയലാണ് നമ്മളിവിടെ എക്സ്ട്രാക്റ്റ് ചെയ്തില്ലേ, ആ ഒരു ലൊക്കേഷനാണ് നമ്മളിവിടെ പ്രൊവൈസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതായിരുന്നു. ഓപ്പൺ ചെയ്തു. ഇതാണ് ജസ്റ്റ് ഓപ്പൺ എന്നുള്ള കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. VMwareൻ്റെ അകത്ത് കാലിനെക്സിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇവിടെ പ്ലേ വെർച്വൽ മെഷീൻ ഉണ്ട്. ഈ ഒരു കാലിനെക്സിൻ്റെ വെർച്വൽ മെഷീൻ ഇവിടെ പ്ലേ ആവും. നമുക്കിവിടെ എഡിറ്റ് വെർച്വൽ മെഷീൻ സെറ്റിങ്സ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മെമ്മറി കണ്ടോ, 2 GB എന്ന് പറഞ്ഞാൽ എൻ്റെ ഫിസിക്കലായിട്ടുള്ള മെഷീനിൽ നിന്ന് ഒരു 2 GB ആണ് എന്തിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, ഈ ഒരു വെർച്വൽ മെഷീൻ റൺ ആവാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ആ 2 GB എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ 4 GB ആക്കാം. അപ്പോൾ എൻ്റെ ഫിസിക്കലായിട്ടുള്ള മെഷീൻ്റെ 4 GB റാമാണ് ഈ ഒരു വെർച്വൽ മെഷീൻ എടുക്കുക. അത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. ഇവിടെ റെക്കമെൻഡഡ് മിനിമം 2 GB പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നമുക്കിവിടെ എത്ര വേണമെങ്കിലും കൊടുക്കാം. മാക്സിമം 16 GB, കാരണം 16 GB ആണ് എൻ്റെ ഈ ഒരു ഫിസിക്കൽ മെഷീൻ്റെ റാം എന്ന് പറയുന്നത്. അപ്പോൾ കാലിനെക്സ് ഒക്കെ റൺ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 GB റാമെങ്കിലും മതി. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിസിക്കൽ മെഷീൻ മൊത്തം 2 GB അല്ല, നിങ്ങളുടെ ഫിസിക്കൽ മെഷീൻ 8 GB റാം ഉണ്ടെങ്കിൽ അതിലൊരു 2 GB റാം ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു വെർച്വൽ മെഷീൻ്റെ അകത്തെ കാലിനെക്സ് റൺ ആവുന്നത്. ഇവിടെ പ്രൊസസ്സർ ഉണ്ട്. പ്രൊസസ്സറിൻ്റെ എത്ര കോർ ഉപയോഗിക്കണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. നമ്മുടെ നെറ്റ്വർക്ക് അഡാപ്റ്റർ, നമ്മുടെ ഇൻ്റർനെറ്റൊക്കെ കണക്ട് ചെയ്യാൻ നെറ്റ്വർക്ക് അഡാപ്റ്റർ ഇല്ലേ,
നെറ്റ്വർക്ക് അഡാപ്റ്റർ NAT ആയിട്ടാണ് പ്രവർത്തിക്കുക. നെറ്റ്വർക്ക് അഡ്രസ്സ് ട്രാൻസ്ലേറ്റർ എന്ന് പറയും. അപ്പോൾ ഒരു NAT നെറ്റ്വർക്കായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അതുപോലെ USB കൺട്രോളർ ഏത് പോർട്ടാണ് യൂസ് ചെയ്യേണ്ടത് അത്ര ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് റാമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ 4GB ഒക്കെ ആക്കി വേണമെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങളിവിടെ ഓക്കെ കൊടുക്കുക. നമുക്ക് ഈ വെർച്വൽ മെഷീൻ ഓൺ ചെയ്യണം. ഓൺ ചെയ്യാനായിട്ട് പ്ലേ വെർച്വൽ മെഷീൻ എന്ന് കാണുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു പേജ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും അടിക്കാനാണ്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചല്ല, യൂസർ നെയിം കാലി എന്നാണ്, പാസ്വേഡും കാലി എന്നാണ്. അപ്പോൾ എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ചെയ്ത് വെച്ചാൽ അതേ യൂസർ നെയിമും പാസ്വേഡും തന്നെ ആയിരിക്കും. നിങ്ങൾ ഇതേപോലെ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് തന്നെയാണ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഈ ചെയ്ത അതേ രീതിയിലാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെയും യൂസർ നെയിമും പാസ്വേഡും കാലി തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാക്കിംഗ് മിഷൻ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വിൻഡോസൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ സ്ക്രീനിലോട്ട് പോകും. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഇവിടെ മിനിമൈസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ മിഷൻ കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും താഴെ പോയിട്ട് നമ്മുടെ VMware എടുത്തിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ മിഷന് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് ഫിസിക്കൽ മിഷനല്ല വെർച്വൽ മിഷൻ കാണാനായിട്ട് സാധിക്കും. ട്രാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീസൈക്കിൾ ബിന്നാണ്. പിന്നെ ഫയൽ സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ഹോം. ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റാർട്ട് ബട്ടൺ പോലെ കാണാൻ പറ്റും. ഇതിലിങ്ങനെ ഒരുപാട് സൈബർ സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ടൂളുകൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് വയർലെസ് അറ്റാക്ക് എടുത്തു കഴിഞ്ഞാൽ വയർലെസ് ടൂള്, ബ്ലൂടൂത്ത് ടൂള്, എയർക്രാക്ക് NG അങ്ങനെ കുറേ കാണാൻ പറ്റും. അതേപോലെ പാസ്വേഡ് അറ്റാക്കിലും ഇവിടെ കുറേ ടൂളുകൾ കാണാനായിട്ട് പറ്റും. പോസ്റ്റ് എക്സ്പ്ലോറേഷൻ എന്നുള്ളതിൽ കുറേ ടൂളുകൾ കാണാൻ പറ്റും. ഫോറൻസിക്സിൽ ഇവിടെയും കുറേ ടൂളുകൾ കാണാനായിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇവിടെ താഴെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലോഗ് ഔട്ട് ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഷട്ട് ഡൗൺ, റീസ്റ്റാർട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഡെസ്ക് ടോപ്പിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ VMwareൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ഫയർഫോക്സ് ഒക്കെ ഇതിൽ ഓൾറെഡി എന്താണ് ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഫയർഫോക്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫയർഫോക്സ് എടുത്തതിന് ശേഷം ഇവിടെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണ്. ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത റിസൾട്ട് വരും. കാരണം എൻ്റെ ഫിസിക്കലായിട്ടുള്ള മിഷനില്ലേ ഞാൻ ഉപയോഗിക്കുന്ന ഫിസിക്കൽ മിഷൻ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർനെറ്റ് കണക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ NAT എന്ന് പറയുന്ന അത് ഉപയോഗിച്ചിട്ട് എൻ്റെ ഫിസിക്കലായിട്ടുള്ള ഇൻ്റർനെറ്റിൽ നിന്ന് എൻ്റെ വെർച്വൽ സിസ്റ്റത്തിലും ഇപ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്. സാധാരണ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉപയോഗിക്കുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. സാധാരണ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട് എന്തിന്, ഈ ലിനക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്. അപ്പോൾ നമുക്കിതിന് ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ലാബ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം VMware ഇൻസ്റ്റാൾ ചെയ്തു, അതിൻ്റെ അകത്തോട്ട് കാലിനെക്സ് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വെർച്വൽ മിഷൻ, കാലിനെക്സിൻ്റെ വെർച്വൽ മിഷൻ എന്തായി ഇവിടെ സെറ്റായി. ഷട്ട് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യുക, ഷട്ട് ഡൗൺ കൊടുക്കുക. അപ്പോൾ കാലിനെക്സ് എന്താവും, ഷട്ട് ഡൗൺ ആവും. ഷട്ട് ഡൗൺ ആയിക്കഴിഞ്ഞാൽ VMware ക്ലോസ് ആയി. വീണ്ടും VMware ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. VMware ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മുടെ കാലിനെക്സിൻ്റെ മിഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ആ മിഷനിൽ നമ്മൾ പ്രസ് ചെയ്തു, ഇവിടെ പ്ലേ വെർച്വൽ മിഷൻ കൊടുത്തു. അപ്പോൾ വീണ്ടും എന്തായി, ഓപ്പണായി. അപ്പോൾ ഈ ഒരു കാലിനെക്സിൻ്റെ വെർച്വൽ മിഷൻ്റെ അകത്താണ് ഇനി നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റിയുടെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ എന്നെ കൊണ്ട് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരും. അതേപോലെ ക്ലാസ് എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, മൂന്നാമത്തെ വീഡിയോ ആയിട്ട്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ കണ്ടതിന് ശേഷം രണ്ടാമത്തെ ഈ ഒരു വീഡിയോ കണ്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ ഇതേപോലെ ചെയ്ത് ഈ ഒരു കാലിനെക്സിൻ്റെ വെർച്വൽ മിഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ.